ഓം നമഃ ശിവായ. ഇന്ന് ജ്യോതിഷ സംബന്ധമായ വിഷയത്തിൽ കൺഫ്യൂഷൻ വരുന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ജ്യോതിഷിയാണ്. അതാണ് ഏറ്റവും വലിയ സങ്കടം അതിൽ വരുന്നത്. അദ്ദേഹം ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. പേര് കേട്ട ഒരു വ്യക്തിയാണ്, ഒരു പേര് കേട്ട ഒരു ഇല്ലവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. നമുക്ക് അങ്ങനെയൊക്കെ സൂചനകളെ പറയാൻ പാടുള്ളൂ, പേര് പറയാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയാൻ കാരണം. ജ്യോതിഷം എന്ന് പറയുന്നത് വേദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയാം. വേദകാലങ്ങളിൽ ഉള്ളതാണ്, വേദത്തിലുള്ളതാണ്, വേദാംഗമാണ് എന്നൊക്കെയാണ് പറയാം. അപ്പോൾ വേദാംഗമായിട്ടുള്ളൊരു ജ്യോതിഷത്തിൽ അതിൻ്റെ കാലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വേദവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ പറയണം. പക്ഷേ ഇദ്ദേഹം ഈയിടെയായിട്ട് ചെയ്യുന്നത് എന്താണ്? ഇംഗ്ലീഷ് മാസങ്ങളെ വെച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഏപ്രിൽ മാസത്തെ ഫലം, മെയ് മാസത്തെ ഫലം എന്നൊക്കെയാണ് പറയുന്നത്. അവിടെയാണ് പ്രശ്നം. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് ന്യൂ ഇയർ ഫലങ്ങൾ പറഞ്ഞു, ജനുവരി അടിസ്ഥാനമാക്കിയിട്ട്. ഇംഗ്ലീഷ് മാസം എന്നു മുതലാണ് വേദത്തിൻ്റെ ഭാഗമായത്? അപ്പം യൂട്യൂബിൽ എന്തും പറയാം, അതിൽ കുറേ ആൾക്കാരെ കിട്ടും, അങ്ങനെ അതിൻ്റേതായ ഒരു മുതലെടുപ്പ്, അത്രേ ഉള്ളൂ. പ്രശ്നമുണ്ടാവുന്ന എന്താന്ന് പറഞ്ഞാൽ, മാസങ്ങൾ മാറുമ്പോൾ ഒരു മാസത്തിന് അടിസ്ഥാനമാക്കിയിട്ട് മാസഫലങ്ങൾ പറയുമ്പോൾ ഇംഗ്ലീഷ് മാസത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഫലം പറയുന്നതെന്ന് ജ്യോതിഷ വിദ്യാർത്ഥികൾ ഇല്ലെങ്കിൽ ജ്യോതിഷത്തിന് വിശ്വസിക്കുന്നവർ ഈ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ വിശ്വസിക്കാൻ തുടങ്ങും. അതോടുകൂടി വേദത്തിനോട് അതിനുള്ള ബന്ധം ഇല്ലാണ്ടാവും. ഇതൊരു വലിയ അപകടമുണ്ട് ഇതിൽ. ഇപ്പോൾ നമ്മളുടെ ഈ കൊല്ലവർഷം മാറി വരുന്നത് പോലെയാണ്. ന്യൂ ഇയർ മേടമാണോ ചിങ്ങമാണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇപ്പോഴും പലരും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ജ്യോതിഷിമാരുണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കാനുള്ളത്, മാസഫലങ്ങൾ പറയുമ്പോൾ ഇംഗ്ലീഷ് മാസമല്ല പറയേണ്ടത്, സൂര്യൻ ഒരു രാശിയിലേക്ക് മാറുന്ന സമയം. ഇപ്പം സൂര്യൻ മേടത്തിലേക്ക് മാറുമ്പോൾ, മേടരാശിയിലേക്ക് മാറുന്ന സമയത്ത് പിന്നെ 30 ദിവസം മേടമാസമാണ്. അപ്പോൾ മേടമാസ ഫലം അതനുസരിച്ചിട്ടാണ് പറയാം. അതുപോലെ ഇടവമാസം, മിഥുനമാസം, അത് മലയാളത്തിലെ നമ്മളെ മാസത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. അതായത് ഏത് രാശിയിലാണോ സൂര്യൻ നിൽക്കുന്നത് ആ രാശിയുടെ പേരാണ് മലയാളത്തിലെ കലണ്ടറിൽ മാസത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് മാസത്തിലാണ്, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മേടമാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. മേടമാസത്തിലാണ് എന്ന് പറഞ്ഞാൽ ഉടനെ ഉറപ്പിക്കാം സൂര്യൻ നിൽക്കുന്ന മേടരാശിയിലാണ്. മലയാളത്തിൽ ജ്യോതിഷത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ്. വളരെ എളുപ്പമാണ്. അത് കഴിഞ്ഞ് ഇടവമാസം തുടങ്ങുമ്പോൾ ഇടവത്തിലേക്ക് മാറും. ഇംഗ്ലീഷ് ഡേറ്റ് ചിലപ്പോൾ അത് മാറിയിട്ടുണ്ടാവും. മേടത്തിൽ ഇടവമാസം തുടങ്ങുമ്പോൾ മെയ് മാസമായിട്ടുണ്ടാവും. മെയ് 14, 15 ആയിട്ടാണ് ഇടവമാസം തുടങ്ങുക. അപ്പോൾ ആ സമയത്ത് മെയ് മാസ ഫലങ്ങൾ എന്ന് പറയരുത്, ആ സമയത്ത് ഇടവമാസ ഫലങ്ങൾ എന്ന് പറയണം. ഇവിടെയാണ് ഇദ്ദേഹം വരുത്തുന്ന പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇല്ലെങ്കിൽ ഇദ്ദേഹം എന്തു പറയണം? മെയ് മാസത്തിൽ സൂര്യൻ 2 രാശികളിലൂടെ കടന്നു പോകുന്നുണ്ട്, മേടത്തിൻ്റെ പകുതിയും വരുന്നുണ്ട്, ഇടവത്തിൻ്റെ പകുതിയും അവിടെ വരുന്നുണ്ട്. അത് കാരണം ഞാൻ മെയ് മാസ ഫലങ്ങൾ എന്ന് പറയുമ്പോൾ ഈ 2 മാസവും കൂടി ചേർന്നതാണ് എന്ന് കൃത്യമായിട്ട് പറയണം. എന്നാലേ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് അത് ക്ലിയർ ആവുള്ളൂ. ഇല്ലെങ്കിൽ കാലക്രമത്തിൽ ഇത് ഇംഗ്ലീഷ് മാസങ്ങളുടെ ഫലമായിട്ട് മാറും. ഇപ്പം ന്യൂ ഇയറിന് ജനുവരി 1 ന്യൂ ഇയർ ഫലങ്ങൾ പറഞ്ഞ പോലെയാണ്. പുതുവത്സര ഫലങ്ങൾ പറയുന്നത് ജനുവരി 1 മുതലാണ് വേദത്തിൻ്റെ ഭാഗമായത്. അവിടെ പറയാനേ പാടില്ല. അത് വലിയൊരു തെറ്റ് തന്നെയാണ് ആ സമയത്ത്. അപ്പോൾ അദ്ദേഹം പറയേണ്ടിയിരുന്നത്, എനിക്ക് ന്യൂ ഇയർ എന്ന് പറയുന്നത് ഈ മാസം തുടങ്ങുന്നത് ഇന്ന ഡേറ്റ് മുതലാണ്, ജനുവരി 1 എന്ന് പറയുമ്പോൾ മലയാള മാസത്തിൽ ഇന്ന ഡേറ്റാണ് വരുന്നത് എന്ന് വെച്ചിട്ട് പറയണം. അത് ഞാൻ മലയാളത്തിൻ്റെയാണ് പറയുന്നത്, പക്ഷേ ഇംഗ്ലീഷ് ഡേറ്റ് നോക്കുമ്പോൾ ഇന്ന ദിവസം മുതൽ എന്നത് കൃത്യമായിട്ട് ഇംഗ്ലീഷും മലയാളം വേർതിരിച്ച് തന്നെ പറയണം. അല്ലെങ്കിൽ അതിൽ വലിയൊരു അപകടമുണ്ട്. തെറ്റിദ്ധാരണകൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ വീഡിയോ കണ്ട് എന്നോട് സംശയം ചോദിച്ച ആൾക്കാർക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഡേറ്റ് വെച്ച് പറയുമ്പോൾ, മാസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സൂര്യനെക്കുറിച്ച്, സൂര്യൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് പറയേണ്ടത്. മലയാള മാസത്തിൻ്റെ ഫലങ്ങൾ തന്നെ പറയണം. ഓം നമഃ ശിവായ.